നമഃശിവായ. ശബരിമലയിൽ മകരജ്യോതിസ് ദർശിക്കാനായി ഭക്തജനങ്ങൾ തിരക്ക് കൂട്ടുമ്പോൾ അനന്തപുരിയിൽ ഒരു ആത്മജ്യോതിസ് ദർശിക്കാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങിക്കാനുമായിട്ട് മറ്റൊരു ഭക്തസമൂഹത്തിൻ്റെ തിരക്ക് അനുഭവപ്പെടുകയാണ്. ശ്രീ മാതാ അമൃതാനന്ദ ദേവി കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അമൃതോത്സവത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അമ്മയുടെ ദർശനത്തിന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പല ജനങ്ങളും ഈ തിരക്ക് കണ്ടിട്ട് ദർശനത്തിൽ കാത്തുനിന്ന ദർശനം കിട്ടുകയില്ല എന്ന് വിചാരിച്ച് മടങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ദർശനത്തെ പറ്റി 2 വാക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അമ്മ ദർശനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്മ നമുക്കൊരു ആലിംഗനം ചെയ്യുന്നു, ചെവിയിൽ ഏതാനും സ്നേഹപൂർവ്വം മോനെ എന്ന മക്കളെ എന്ന് എന്തെങ്കിലും 2 വാക്ക് മന്ത്രിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നു, എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുന്നിടത്തോളം പറയുന്നു. ഇതെല്ലാം കൂടി ഏതാനും 1 മിനിറ്റിനുള്ളിൽ മാത്രമേ നമുക്ക് സമയം കിട്ടുള്ളൂ അമ്മയുടെ സാമീപ്യം സാധാരണഗതിയിൽ. പ്രത്യേകിച്ച് ഇങ്ങനെ പൊതുവേദിയിൽ നമ്മൾ ദർശനം കൊടുക്കുമ്പോൾ അത്രയും സമയമൊക്കെ അമ്മയ്ക്ക് ഒരാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വിശദമായിട്ട് അമ്മയടുത്ത് പറയാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. മാത്രമല്ല അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ള മറുപടികളും വിശദമായിട്ട് പറയാനുള്ള സമയവും സാഹചര്യവും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു അതൃപ്തി തൃപ്തി കിട്ടത്തില്ല. നമ്മൾ അമ്മയടുത്ത് പോയി അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അമ്മ അറിഞ്ഞൊന്നും അറിയത്തില്ല. അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും അമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അമ്മയുടെ ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്തിനാണ് അമ്മ ഇങ്ങനെ ദർശനം കൊടുക്കുന്നത്? എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ അമ്മ എന്തിനാണ് ഇങ്ങനെ ദർശനം കൊടുത്തുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ ദർശനം എന്നുള്ള വാക്ക് തന്നെ ഭാരതത്തിൻ്റെ സ്വന്തമായൊരു വാക്കാണ്. ഈ ധർമ്മം, കർമ്മം, ബ്രഹ്മം എന്നൊക്കെ വന്ന വാക്കുകൾക്കൊന്നും സമാനമായ വാക്കുകൾ മറ്റ് ഭാഷകളിലൊന്നും ഇല്ല ലോകത്തിൽ. അപ്പോൾ അതേപോലെ ഒന്നാണ് ദർശനം എന്നുള്ളത്. ശരിക്കും തത്വചിന്ത എന്നല്ല നമ്മൾ പറയുന്നത്, ഭാരതീയ തത്വചിന്ത എന്നല്ല നമ്മൾ പറയാറുണ്ട്, ഭാരതീയ ദർശനങ്ങൾ എന്നാണ് പറയാറുള്ളത്. തത്വചിന്തയും ദർശനം എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, തത്വചിന്ത ബുദ്ധിയുടെ ഒരു പ്രോഡക്റ്റാണ്, ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അതേസമയം ദർശനം അത് ബോധത്തിൽ നിന്ന് വരുന്നതാണ്. ബുദ്ധിയും ബോധവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ദർശനവും തത്വചിന്തയും തമ്മിലുള്ളത്. അപ്പോൾ ആ ബോധത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. നമ്മൾ 3-ാം കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നാൽ 3-ാം കണ്ണുകൊണ്ട് കാണുന്നു. അർജുനനോട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ആ സ്വരൂപം നിൻ്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതിന് ഞാൻ നിനക്കൊരു ജ്ഞാനദൃഷ്ടി തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എപ്പോഴാണോ, കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടുകൂടി എപ്പോഴാണോ അർജുന ജ്ഞാനദൃഷ്ടി തുറക്കുന്നത്, ആ അന്തർനേത്രങ്ങൾ തുറക്കുന്നത്, ആ ബോധത്തിൻ്റെ കണ്ണ് തുറക്കുന്നത്, അപ്പോഴാണ് ആ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ് എന്ന് അർജുനന് സ്വയം ബോധ്യപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈശ്വര നിശ്ചയപ്രകാരമാണ്. അതിൽ ചെറിയൊരു നിമിത്തമാകാൻ മാത്രമേ തന്നെ കൊണ്ട് സാധിക്കുള്ളൂ, അതിന് കാരണമായിട്ട് മാറാൻ മാത്രമേ തന്നെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ യുദ്ധം ഒഴിവാക്കാൻ താൻ വിചാരിച്ചാൽ സാധിക്കില്ല. ഇനിയും ഇവരുടെ എല്ലാം മരണം ഒഴിവാക്കണം താൻ വിചാരിച്ചാൽ സാധിക്കില്ല. താൻ അസ്ത്രം എഴുതാലും എഴുതില്ലെങ്കിൽ അവർ മരിക്കും, അവരുടെ സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് അർജുനൻ പ്രത്യക്ഷത്തിൽ കാണുകയാണ്. ഇത് തന്നെയാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ ദർശനം കൊടുക്കുന്നു എന്നാണ് പറയുക. അമ്മ കാണുന്നതല്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുകയല്ല ചെയ്യുന്നത്. അമ്മയെ നമ്മൾ നമ്മുടെ ബോധത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം. അമ്മ നമ്മളെ കാണുന്നതും അമ്മ ബോധത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നമ്മളെ കാണുന്നത്. ബാഹ്യമായിട്ട് നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ സ്ഥാനമാനങ്ങളോ വലിപ്പച്ചെറുപ്പങ്ങളോ ഒന്നും അല്ല അമ്മ കാണുന്നത്. ബോധത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മുടെ ആത്മസ്വരൂപത്തെയാണ് നമ്മൾ കാണുന്നത്. ആത്മസ്വരൂപത്തെ കാണുന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് അമ്മയ്ക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ ഉത്തരങ്ങൾ അമ്മയ്ക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ അതാണ് ആ ദർശനം എന്നുള്ള വാക്കിൻ്റെ തന്നെ പ്രസക്തി. അപ്പോൾ നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം നമ്മുടെ തന്നെ തെറ്റായ പ്രവൃത്തിയാണ്, അബോധപൂർവമായ പ്രവൃത്തികളാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ്, മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇപ്പോൾ നമ്മളൊരാൾ വലിയ പണക്കാരനായിരിക്കുന്നു, അല്ലെ വലിയ വിദ്യാഭ്യാസ ബിരുദങ്ങളൊക്കെ നേടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അഹങ്കരിക്കും, എനിക്ക് വലിയ അറിവുള്ള ആളാണ്, വലിയ ഡിഗ്രികളൊക്കെ ഉള്ള ആളാണ്, എനിക്ക് വലിയ സമ്പന്നനാണ്, നമ്മൾ അഭിമാനിക്കും, അഹങ്കരിക്കും. പക്ഷെ നമുക്ക് വരുന്ന ഓരോ നാണയവും
ഈ സമൂഹത്തിൽ മറ്റുള്ള അധ്വാനത്തിൻ്റെ ഫലം നമ്മളെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്തെടുക്കുന്നതാണ്. നിയമപരമായ ചൂഷണമായിരിക്കും, നിയമം അനുവദിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ സമ്പത്ത് നേടിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അത് ചൂഷണം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച് വലിയ വലിയ ബിരുദങ്ങൾ നേടുന്നു. പക്ഷേ അതേസമയം ഈ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾ, നമുക്ക് വസ്ത്രം തയ്ക്കുന്നു, നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന സമയത്ത് നമ്മൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. ആ വ്യക്തികൾ പലരും പഠിക്കാൻ, സ്കൂളിൽ പോകാനോ പഠിക്കാനോ സാഹചര്യമുള്ള ജീവിതം മുരടിച്ചു പോകുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഈ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടി. അപ്പോൾ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കടപ്പാടുണ്ട്. അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് നമുക്കെല്ലാവർക്കും 5 കടങ്ങളുണ്ടെന്നാണ്. ആദ്യത്തെ കടം നമ്മുടെ ഋഷിമാരോടാണ്. ഈ ഋഷിമാർ എത്രയോ തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ, എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ സാധിക്കുന്നത്, എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കേവലമായ ആനന്ദത്തിലേക്ക് മുക്തി കിട്ടിപ്പോകാൻ സാധിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ച് മാർഗ്ഗങ്ങളെല്ലാം ഋഷിമാർ സ്വന്തം തപസ്സിൽ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അവർ നമുക്കത് അനേകം ഗ്രന്ഥങ്ങളിൽ കൂടി, ഭാരതത്തിലുള്ള അത്ര ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ലോകത്തിൽ ഒരു രാജ്യത്തിലും ഇല്ല, അത്രയധികം ഗ്രന്ഥങ്ങളിൽ കൂടി ഈ അറിവുകളെല്ലാം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഏത് തലത്തിലുള്ള വ്യക്തികൾക്കും വേണ്ട അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവർ നിഷ്കാമമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ആ കടപ്പാട് നമ്മളെങ്ങനെ വീട്ടും? ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം, പഠിപ്പിക്കുകയും വേണം. ഇതാണ് നമ്മുടെ ഋഷിമാരുള്ള കടം വീട്ടാനുള്ള വഴി. അപ്പോൾ അതേപോലെ നമ്മുടെ പിതൃക്കളോട്, നമ്മുടെ അച്ഛനമ്മമാരെ, അപ്പൂപ്പന്മാരെ, അവരുടെ എല്ലാം നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾക്ക് ശരീരത്തിലെ നമ്മുടെ കഴിവുകളൊക്കെ നിർണ്ണയിക്കുന്ന നമ്മുടെ ജീനുകളാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. DNA ആണെന്നാണ് പറയുന്നത്. ഈ DNA ജീനൊക്കെ നമുക്ക് കിട്ടിയ എവിടെ നിന്നാണ്? നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന്, അവരുടെ അപ്പൂപ്പന്മാരിൽ നിന്ന്, അവരുടെ അപ്പൂപ്പന്മാരിൽ നിന്ന്. അവർക്കൊക്കെ നല്ല ദീർഘായുസുള്ളവരാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ദീർഘായുസ് ഉണ്ടാവുമെന്ന്. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ജീവിതശൈലി കൊണ്ട് ആ ദീർഘായുസിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ആയുർബലം നിർണ്ണയിക്കുന്ന ഒരു ഘടകം നമ്മുടെ പാരമ്പര്യമാണ്. ചില രോഗങ്ങൾ നമുക്ക് വന്നു ചേർന്ന് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവരെങ്ങനെ ജീവിച്ചോ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിതമാണ് നമുക്ക് ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ തരാൻ ഉള്ള മൂശയായിട്ട് മാറിയത്. അപ്പോൾ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഇത് നമുക്ക് തന്നതിന്, ഇത്ര വിലപ്പെട്ട ഒരു ശരീരവും നമ്മുടെ ബുദ്ധിയും സംസ്കാരവും ഒക്കെ നമുക്ക് തന്നതിന് നമ്മുടെ പിതൃക്കളോട് നമുക്കൊരു കടപ്പാടുണ്ട്. അത് നമ്മൾ വളരെ ലളിതമായിട്ടാണ് ആ കടം വീട്ടുന്നത്. ദിവസം കുളിക്കുമ്പോൾ 2 തുള്ളി വെള്ളം ഒഴിക്കണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. നമ്മളങ്ങനെ ചെയ്യാറില്ല പലരും. പക്ഷേ എങ്കിൽ പോലും ആണ്ടിലൊരിക്കലെങ്കിലും നമ്മൾ ബലിയിടാറുണ്ട്. പിതൃബലിയാണ് അവർക്കുള്ള പിതൃതർപ്പണം എന്ന് പറയും. തർപ്പണം എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക എന്നർത്ഥം. അവരെ പിതൃക്കളെ സന്തോഷിപ്പിക്കുക. ഓർത്താൽ മാത്രം മതി അവർക്ക്. പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുക, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവരെ അറിയിക്കുക, അവർക്കുള്ള സന്തോഷമാകും. അപ്പോൾ അതേപോലെ പിതൃക്കളും നമ്മളെ അവർ ഓർക്കുന്നു, ശ്രദ്ധിക്കുന്നു, ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരുന്നു. അപ്പോൾ പിതൃ തർപ്പണമാണ് അവരെ സന്തോഷിപ്പിക്കാനുള്ള വഴി. മൂന്നാമത്തേത് പറയുന്നതാണ് നൃയജ്ഞം എന്ന് പറയും. നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് നമുക്ക് കടപ്പാടുണ്ട്. നേരത്തെ പറഞ്ഞത് മനുഷ്യനോടുള്ള നമ്മുടെ കടപ്പാടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും സമയം, അല്പമെങ്കിലും അധ്വാനം, അല്പമെങ്കിലും ധനം സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരണം അത്. കാരണം ആ സമൂഹത്തിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ആർജിക്കുന്നത്. നമ്മളെല്ലാ സുഖസൗകര്യങ്ങളും ആർജിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചാൽ പോലും അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നത് മറ്റുള്ള വ്യക്തികളിൽ കൂടിയാണ്. അപ്പോൾ അവരോടെല്ലാം നമുക്കൊരു കടപ്പാടുണ്ട്, തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങളാണ്, നിഷ്കാമമായ സേവനമാണ് മനുഷ്യനോടുള്ള നമ്മുടെ കടം വീട്ടാനുള്ള വഴികൾ. പിന്നെ ഉണ്ടാകുന്ന ദേവഋണം എന്ന് പറയും. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ, വൈദിക സങ്കല്പത്തിൽ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലൊരു ചൈതന്യത്തിൻ്റെ അംശമുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ചൈതന്യം. അപ്പോൾ ഓരോ വസ്തുവിനെയും അതായിട്ട് നിലനിർത്തുന്നത് അതിൻ്റെ ഉള്ളിലൊരു ചൈതന്യമാണ്. ആ ചൈതന്യാംശത്തിനാണ് നമ്മുടെ ദേവതകളെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു ദേവതാശക്തിയുണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ സങ്കല്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. കണ്ണെന്ന് പറയുന്ന ഉപകരണം അവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. ഉറങ്ങുമ്പോഴും നമ്മുടെ ചെവി തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അതിനുള്ളിലൊരു ദേവൻ ഉണ്ട്. കാഴ്ച കാണാൻ സഹായിക്കുന്നൊരു ദേവനുണ്ട്. ആ കാഴ്ച കാണാൻ സഹായിക്കുന്ന ദേവനെ സൂര്യൻ എന്ന് അവർ വിളിച്ചു. കാരണം പുറമേ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണിലിരിക്കുന്ന ദേവനും അന്തരീക്ഷ ആകാശത്ത് സൂര്യഗോളത്തിലിരിക്കുന്ന ദേവനും ഒരേ ദേവചൈതന്യമാണ്. അപ്പോൾ അത് നമ്മുടെ വാക്ക് സംസാരിക്കാൻ പറ്റുന്നു. ആ വാക്കിൻ്റെ ദേവത അഗ്നിയായിട്ട് അവർ കണക്കാക്കി. അപ്പോൾ അഗ്നിക്ക് എങ്ങനെയാണോ
പാകം ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നത്, വസ്തുക്കളെ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ തക്കണം പാകം ചെയ്തു തരാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അഗ്നിക്ക് ദാഹശക്തി കൊണ്ട് വീട് മുഴുവൻ കത്തിയിരിച്ച് ചാമ്പലാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ വാക്കും മറ്റുള്ളവർക്ക് പോഷണം നൽകുന്നതായി തീരാം, അല്ലെങ്കിൽ മറ്റുള്ള ദഹിപ്പിക്കുന്നതായി തീരാം, നശിപ്പിക്കുന്നതായി തീരാം, ദുഃഖിപ്പിക്കുന്നതായി തീരാം. വാക്കിന് ആ ശക്തിയുണ്ട്. അഗ്നിയുടെ ദാഹശക്തി, അതേപോലെ അഗ്നിയുടെ പ്രകാശം, അത് രണ്ടും വാക്കിനുമുണ്ട്. ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാം, ഒരാളെ നല്ല അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ സാധിക്കും, ഒരാളെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കും വാക്കുകൊണ്ട്. അപ്പോൾ വാക്കിൻ്റെ ദേവത അഗ്നിയാണെന്ന് പറയും. അപ്പം അങ്ങനെ ദേവതാ സങ്കല്പം ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ പൂജകളും എല്ലാ ജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഈ ദേവ ഇരണമാണ്. ദേവന്മാരോടുള്ള നമ്മുടെ കടപ്പാട് വീട്ടുകയാണ്. പിന്നീട് വരുന്നത് ഭൂതയജ്ഞം എന്ന് പറയും. ഭൂതയജ്ഞം എന്നാൽ മറ്റ് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളോടും നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ സമസ്ത പ്രപഞ്ചത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം. ഈ ബന്ധത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം, അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും ഒരു ആഹാരം കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാവൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഗൃഹനാഥൻ കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള അതിഥികൾക്കെല്ലാം കൊടുക്കണം, പ്രായമുള്ളവർക്കെല്ലാം കൊടുക്കണം, കുട്ടികൾക്കെല്ലാം കൊടുക്കണം, ഭൃത്യന്മാർക്കെല്ലാം കൊടുക്കണം. അവർക്കെല്ലാം കൊടുത്ത് മനുഷ്യരെല്ലാം തൃപ്തിപ്പെടുത്തി, പക്ഷിമൃഗാദികളെല്ലാം തൃപ്തിപ്പെടുത്തി, ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം, എന്നിട്ടേ ആഹാരം കഴിക്കാൻ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അപ്പോൾ ഈ ഒരു ഋണം നമ്മൾ വീട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ള എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ പഞ്ചമഹായജ്ഞങ്ങളും അനുഷ്ഠിക്കാൻ പറ്റുന്നതെന്നാണ് അമ്മയെപ്പോലെ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നമ്മുടെ ശരീരം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന ശരീരത്തിന് പുറമെ പ്രകാശമാനമായ ജ്യോതിർമയമായൊരു ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറയാം അതിന്. ഇന്നത്തെ കാലത്ത് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി കൂടി അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഈ ജ്യോതിർമയമായ ശരീരം, സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ കാണുന്ന സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതൊരു ടേപ്പ് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്ന പോലെ, വീഡിയോ രേഖപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ള ദുഃഖിപ്പിക്കുകയാണെങ്കിൽ, വേദനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആ പ്രകാശം കുറഞ്ഞു ഒരു റാന്തലിൻ്റെ ചില്ല് പുക പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെ പ്രകാശം പുറത്തും വരത്തില്ല, പുറത്തെ പ്രകാശം അകത്തും പോകത്തില്ല. അതുപോലെ നമ്മുടെ ഈ ജ്യോതിർമയ ശരീരത്തിൽ പ്രകാശം കുറഞ്ഞു പോകും. അപ്പം നമ്മുടെ ജീവിതപാത തന്നെ ഇരുൾ മൂടിയതായിത്തീരും. നമ്മുടെ ജീവിതപാതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ബോധത്തിൻ്റെ വെളിച്ചത്തിലാണ്, ബോധത്തിൻ്റെ പ്രകാശത്തിലാണ്. ഈ ബോധത്തിൻ്റെ പ്രകാശം മങ്ങിപ്പോകും, ഇരുണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് നടക്കുമ്പോൾ എങ്ങനെ കുണ്ടിലും കുഴിയിലൊക്കെ തട്ടിത്തറഞ്ഞ് വീഴാം, കാലിൽ മുള്ളു കൊള്ളാം, പാമ്പ് കൊത്താം, ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബോധത്തിൻ്റെ പ്രകാശം കുറഞ്ഞു പോകുമ്പോഴാണ്. നമ്മുടെ തന്നെ പാപങ്ങൾ കൊണ്ട് നമ്മുടെ ബോധമണ്ഡലം ഇരുൾ മൂടുമ്പോഴാണ്. അപ്പോൾ അമ്മയെപ്പോലെ മഹാത്മാവിൻ്റെ ഒരു നിമിഷത്തെ സ്പർശനം നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തെ വീണ്ടും പ്രകാശമാക്കി മാറ്റുന്നു. ആ പാപങ്ങളെല്ലാം മാറ്റാൻ സാധിക്കുന്നു അമ്മയ്ക്ക്. ഒരു ഫിൽറ്റർ പോലെയാണ്, ശുദ്ധീകരിച്ചെടുക്കും. എത്ര അഴുക്കവെള്ളമാണെങ്കിലും ഫിൽറ്ററിൽ കൂടി കടന്നു വരുമ്പോൾ ശുദ്ധജലം നമുക്ക് കിട്ടുന്ന പോലെ അമ്മയുടെ ആ ഒരു നിമിഷത്തെ സ്പർശനം നമ്മളറിയാതെ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കും. പക്ഷേ ഇത് ശുദ്ധീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, കാരണം ഇതിന് ആ രീതിയിൽ നിലനിർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ശുദ്ധി തുറന്ന് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് അമ്മയുടെ ദർശനത്തിന് തൊട്ട് മുമ്പുള്ള സത്സംഗത്തിൽ കൂടിയും ഭജനയിൽ കൂടിയും പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഭജനയിലെ വരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. അമ്മ പല ഭാഷകളിലും ഭജന പാടുന്നുണ്ട്, കാരണം അമ്മയെ കാണാൻ എല്ലാ ഭാഷക്കാരും വരുന്നുണ്ട്. അതുകൊണ്ട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഉള്ള ഭജനങ്ങൾ അമ്മ പാടാറുണ്ട്. ഒരാൾക്ക് പോലും താൻ പകർന്നു കൊടുക്കുന്ന അറിവ് നഷ്ടപ്പെടരുതെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അമ്മ നമ്മളെ കൊണ്ട് അല്പനേരം ധ്യാനിപ്പിക്കുന്നു. നമ്മുടെ മനസ്സാണെങ്കിൽ വളരെ കലുഷമാണ്. അമ്മയെ കാണാൻ വരുമ്പോഴും നമ്മുടെ മനസ്സ് വളരെ കുഴപ്പത്തിൽ ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൽ അമ്മ പറയുന്ന ഉപദേശങ്ങളൊന്നും തങ്ങിയെന്ന് വരത്തില്ല. നമ്മുടെ അനുഗ്രഹം പോലും തങ്ങിയെന്ന് വരത്തില്ല. ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ധ്യാനം കൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാകും. നമ്മുടെ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് സജ്ജമായി തീരും. അപ്പോൾ നമ്മുടെ അമ്മയുടെ സത്സംഗം കേട്ടു, ഭജന കേട്ടു, അതൊക്കെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് അത് ലയിച്ചു. ആ ധ്യാനത്തിൽ കൂടി വരുമ്പോൾ മനസ്സ് ശാന്തമായി തീർന്നു. ഒരു തെളിഞ്ഞ വെള്ളത്തിൽ എങ്ങനെയാണോ നമ്മുടെ മുഖം കാണാൻ സാധിക്കുന്നത്, വെള്ളം കലങ്ങിയിരിക്കാൻ ഇളകിയിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കില്ല ശരി. അതുപോലെ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മ ചൈതന്യം സ്വയം കാണാൻ സാധിക്കത്തക്കവണ്ണം
നമ്മുടെ മനസ്സ് ശാന്തമായി തീരുന്നു. അതാണ് ശരിക്കും അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മളെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ടാണ് അമ്മ ഇത്രയും സമയം ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ഈ ഭജനയ്ക്കും സത്സംഗത്തിനും ധ്യാനത്തിനും ഒക്കെ വേണ്ടി ചിലവാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ അമ്മയുടെ മുമ്പ് ഇരിക്കുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അമ്മയ്ക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അതിനെല്ലാം കൂടിയാണ് അമ്മ അല്പസമയം കൂടുതൽ ചിലപ്പോൾ സത്സംഗത്തിന് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉച്ചവരെ ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു ദർശനം ആരംഭിക്കുക. അപ്പോൾ അമ്മയുടെ ദർശനം നമുക്ക് കിട്ടുന്ന ഒരു നിമിഷ നേരമാണെങ്കിൽ പോലും അത് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും തന്നെ തുറന്ന മനസ്സോടുകൂടി അമ്മയുടെ ദർശനത്തിന് പോയിട്ട് എല്ലാവർക്കും തന്നെ ആ ശാന്തിയും സമാധാനവും കിട്ടാൻ സാധിക്കുന്നത് ഈ ജ്യോതിർമയമായ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ അമ്മയുടെ സ്പർശനം കൊണ്ട് ശുദ്ധീകരിക്കുന്നതുകൊണ്ടാണ്. അത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. അമ്മ ചെയ്യുന്ന സേവനങ്ങൾ ഒരു ബിൽ ഗേറ്റ്സിനോ മറ്റോ ചെയ്യാൻ സാധിക്കുന്നിരിക്കും. പണമുള്ള ആർക്കൊണ്ടെങ്കിലും ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. പക്ഷെ അതേപോലെ ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഒരു ആത്മചൈതന്യത്തെ വീണ്ടും ശുദ്ധീകരിച്ചെടുക്കാൻ, പ്രകാശിപ്പിക്കാൻ ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ തെറ്റുകൾ കാണാനും അത് തിരുത്താനും ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ വഴിക്ക് നമ്മളെ നയിക്കാൻ ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനായിരിക്കുന്ന കാലത്ത്, സ്വാമിയാകുന്നതിന് മുമ്പ് രാമകൃഷ്ണദേവനെ കണ്ട് ആവശ്യപ്പെട്ട് തനിക്കൊരു ജോലി തരണമെന്നായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ ബ്രിട്ടീഷ് ഒരു കമ്പനിയിലോ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഒരു ജോലി അതിനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാനെന്തിനാണ്. അപ്പോൾ ഈ നരേന്ദ്രൻ രാമകൃഷ്ണദേവനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് രൂപമുള്ള ദൈവങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബ്രഹ്മസമാജത്തിൽ ഒരു അംഗമായിരുന്നു. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അരൂപിയാണ്. രൂപങ്ങൾ ഈശ്വരനെ പരിമിതപ്പെടുത്തുന്നതാണ്. അത് അല്പബുദ്ധിയൊക്കെ ഉള്ളതാണ്. ശരിക്കുള്ള ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപം അരൂപമാണ്. അത് ആകാശം പോലെ വ്യാപകമാണ്, ചൈതന്യ സ്വരൂപമാണ്. അപ്പോൾ രൂപങ്ങൾ വെച്ച് ആരാധിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു നരേന്ദ്രൻ. പക്ഷേ അതേസമയം രാമകൃഷ്ണദേവനാകട്ടെ ദേവിയെ സാക്ഷാൽ സ്വന്തം പെറ്റമ്മയെ പോലെ കണ്ട്, പ്രത്യക്ഷത്തിൽ കണ്ട്, എന്ത് കാര്യം എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മയോട് നേരിട്ട് ചോദിച്ച് അമ്മ പറയണനുസരിച്ച് ചെയ്യുകയുള്ളൂ, അങ്ങനെ ജീവിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അത് നിഷ്കളങ്കനായൊരു പൂജാരി. വിദ്യാഭ്യാസമുള്ള അല്പമായ പ്രൈമറി വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വിദ്യാഭ്യാസം കുറഞ്ഞൊരു പൂജാരി ഇവിടെ ആണെങ്കിൽ വളരെ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി സമൂഹത്തിൻ്റെ ഉന്നത തലത്തിൽ നിന്ന് വരുന്ന ഒരു യുവാവ്, യുക്തിവാദിയായ ഒരു യുവാവ്. അപ്പോൾ ആ യുവാവാണ് തൻ്റെ കഷ്ടപ്പാട് കൊണ്ട്, വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി, തൻ്റെ കുടുംബഭാരം മുഴുവൻ തൻ്റെ ചുമലിൽ വന്നു. അത് ചുറ്റുമുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും കണ്ടപ്പോൾ ഉള്ള ഈശ്വരവിശ്വാസം തന്നെ നഷ്ടപ്പെടുമോ എന്നായി. അപ്പോഴാണ് രാമകൃഷ്ണദേവനെക്കുറിച്ച് അറിയുന്ന. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഉള്ള മനസ്സിന് ശാന്തി കിട്ടുന്നുണ്ട്, പക്ഷേ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ചോദിക്കും, നരേന്ദ്രൻ ചോദിക്കും, അങ്ങ് ദേവിയോട് അമ്മയോട് എന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു, എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എന്തുകൊണ്ട് അമ്മയോട് പറഞ്ഞുകൂടാ, എനിക്കൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടാൻ അങ്ങേക്ക് എന്തുകൊണ്ട് അമ്മയോട് അഭ്യർത്ഥിച്ചുകൂടാന്ന് ചോദിച്ചു. പക്ഷേ ഞാനെന്ത് ചോദിക്കണം, നീ നേരിട്ട് ചോദിക്കുക, അമ്മ അവിടെ തന്നെ ഉണ്ട്, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, നല്ല ദിവസമാണ്, നീ അമ്മയുടെ പോയി നേരിട്ട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ നരേന്ദ്രൻ അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിലെ ഗതികേട് കൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നു. ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് സാക്ഷാൽ ദൈവയുടെ ചൈതന്യത്തായ രൂപമാണ് നരേന്ദ്രൻ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഈശ്വര ദർശനം, ഒരു ദൈവീ ദർശനം അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം തന്നെ മറന്നു. അമ്മ എനിക്ക് ഭക്തി തരണേ, ജ്ഞാനം തരണേ, വൈരാഗ്യം തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിച്ചുള്ളൂ. കണ്ണൊക്കെ നിറഞ്ഞു തിരിച്ചു വന്നു. അപ്പോൾ രാമകൃഷ്ണൻ ചോദിച്ചു, നീ പ്രാർത്ഥിച്ചോ, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? നരേന്ദ്രൻ പറഞ്ഞില്ല, എന്നെക്കൊണ്ട് സാധിച്ചില്ല. നിൻ്റെ മനസ്സിന് ഇപ്പോൾ തൻ്റെ ഇടമില്ലാതായപ്പോഴല്ലോ, നീ പോയി എന്നോട് ചോദിക്കുക, നിനക്ക് ആവശ്യമില്ല, നിനക്ക് ജോലി ആവശ്യമില്ല, നീ വീണ്ടും പോയി ചോദിക്കുക. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം പോയി. 3 പ്രാവശ്യം ദൈവ ചൈതന്യത്തായിട്ട് തന്നെ കണ്ടു. 3 പ്രാവശ്യം ചോദിക്കാൻ പറ്റില്ല, ഇത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അവസാനം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചോദിക്കാൻ പറ്റില്ല, അമ്മയുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ നിസ്സാരമായ കാര്യം ചോദിക്കാൻ പറ്റുകയില്ല. അപ്പം രാമകൃഷ്ണദേവൻ ചിരിച്ചു. നിനക്ക് ചോദിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് നിനക്ക് ബോധ്യപ്പെടണം. നീ വന്നിരിക്കുന്നത് ഇങ്ങനെ കുടുംബം പുലർത്താനല്ല, നിനക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നീ തിരിച്ചറിയണം. പക്ഷെ നിനക്കിപ്പോൾ ഒരു വിഷമമുണ്ട്, ദുഃഖമുണ്ട്. എന്ത് ദുഃഖം? കുടുംബത്തിൻ്റെ കാര്യത്തിൽ കഷ്ടതകളുണ്ട്. അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ കുടുംബത്തിൽ അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുണ്ടാവില്ല. ദേവിയല്ല അനുഗ്രഹിച്ചത്. അത് രാമകൃഷ്ണദേവൻ്റെ വാക്കുകളായിരുന്നു. ഇപ്പോൾ വിവേകാനന്ദൻ ചിന്തിച്ചു, എനിക്ക് ദേവിയെ ഈശ്വരനെ കാണിച്ചു തരാൻ പറ്റുന്ന ഈ വ്യക്തി സാധാരണ വ്യക്തിയാകാൻ പറ്റില്ല, ഈശ്വരൻ തന്നെ ആയിരിക്കണം.
അതുകൊണ്ട് രാമകൃഷ്ണദേവൻ എന്നൊരു വ്യക്തി, സാധാരണ മറ്റുള്ള ഭ്രാന്തൻ പൂജാരി എന്ന് പറയുന്ന വ്യക്തി ഈശ്വരാവതാരമാണെന്ന് ഒരു സംശയമില്ലാതെ നരേന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു. രാമകൃഷ്ണദേവൻ്റെ രൂപത്തെ ധ്യാനിച്ചു. രാമകൃഷ്ണദേവൻ ദൈവത്തിൻ്റെ നാമം തന്നെ മന്ത്രമാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് ആ മന്ത്രം ഉപദേശിച്ചു. ആ മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ സാധിച്ചപ്പോൾ മാത്രമാണ് എത്രയോ യോഗികൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്, എത്രയോ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, വലിയ തപസ്വികളുണ്ടായിട്ടുണ്ട്. അവർക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റാത്തത്ര വലിയൊരു സാമൂഹ്യ പരിവർത്തനത്തിന് 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് വിവേകാനന്ദൻ എന്ന് പറഞ്ഞ യുവാവിന് സാധിച്ചത് മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ സാധിച്ചപ്പോൾ മാത്രമാണ്. മനുഷ്യനായ കൃഷ്ണനിൽ ഈശ്വരനെ കാണാൻ സാധിച്ചതുകൊണ്ടാണ് രാധ എന്ന ഇടയ പെൺകുട്ടി ഭാരതം മുഴുവൻ ആരാധിക്കപ്പെടുന്നു. വൃന്ദാവനത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഇന്ന് കൃഷ്ണൻ്റെ പേര് എവിടെയും കേൾക്കില്ല, എല്ലാവരും രാധേ രാധേ എന്നാണ് പറയുക. കൃഷ്ണൻ്റെ സ്വന്തം വൃന്ദാവനത്തിൽ കൃഷ്ണന് പ്രശസ്തിയൊന്നുമില്ല, ഉള്ള പ്രശസ്തി മുഴുവൻ രാധയ്ക്കാണ്. എന്താ രാധയുടെ മഹത്വം? താൻ എടുത്തുകൊണ്ട് നടന്ന കൃഷ്ണൻ, കൊച്ചു കൃഷ്ണൻ ഈശ്വരനായിട്ട് കാണാൻ സാധിച്ചു രാധയ്ക്ക്. അപ്പോൾ മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിയാലും, രാവണനൊക്കെ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയവരാണല്ലോ, ഈശ്വരൻ്റെ നിന്ന് എല്ലാ വരങ്ങളും വാങ്ങിച്ചവരാണല്ലോ. ഹിരണ്യകശിപു, താരകാസുരൻ ഇവരെല്ലാം ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയവരാണ്, തപസ് ചെയ്തവരാണ്. അവരെല്ലാ ആഗ്രഹങ്ങളും ഈശ്വരൻ സാധിച്ചു കൊടുത്തു. പക്ഷെ അവരുടെ ജീവിതം എന്തായി തീർന്നു? വ്യർത്ഥമായി തീർന്നു. അപ്പോൾ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടായില്ല. മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ സാധിക്കണം, ഗുരുവിനെ ഈശ്വരനായിട്ട് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ടാണ് അമ്മയുടെ ദർശനം ഇത്ര പ്രാധാന്യമുള്ളതായി തീരുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നേടണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ ഗുരുവിൻ്റെ ശിക്ഷണം കൊണ്ട് മാത്രമേ സാധിക്കൂ. സാധാരണ നമുക്ക് വേറെ ഒരു വഴിയില്ല. അങ്ങനെ അത് മനസ്സിലാക്കി നമ്മൾ അമ്മയുടെ ദർശനത്തിൽ പോവുകയാണെങ്കിൽ, ആ സ്വീകരണക്ഷമത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദർശനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനമായി കൊണ്ടുവരുന്നു. അങ്ങനെ അല്പസമയം ക്ഷമയോടെ കാത്തു നിൽക്കുക, അത് മാത്രമേ അമ്മ ആവശ്യപ്പെടുന്നുള്ളൂ. അല്പസമയം ക്ഷമയോടെ കാത്തു നിൽക്കുക. എന്തായാലും അമ്മ അവസാനത്തെ ആളിന് ദർശനം കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ ക്ഷമ കാണിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ആ അമ്മയുടെ ദർശനം കിട്ടുന്ന അല്പസമയമാണെങ്കിൽ പോലും ആ അല്പസമയം കൊണ്ട് നമ്മൾ സംഭവിക്കുന്ന പരിവർത്തനം വളരെ വലുതാണ്. അത് നമുക്ക് സ്വയം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ബാക്കി എന്തെല്ലാം രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ദേവയജ്ഞം കൊണ്ടോ പിതൃയജ്ഞം കൊണ്ടോ ഒന്നും നമുക്ക് നേടാൻ പറ്റുന്ന കാര്യമല്ല. ഗുരുവിൻ്റെ കൃപ ഗുരുവിൽ നിന്ന് തന്നെ വരണം. അപ്പം നമ്മുടെ നിഷ്കാമമായി നമ്മളെന്ത് ചെയ്യുന്നു, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലാതെ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എത്ര സമയം നമ്മൾ ചിലവാക്കുന്നു, എത്രമാത്രം അധ്വാനിക്കുന്നു, എത്രമാത്രം പണം ചിലവാക്കുന്നു, ഇതൊക്കെയാണ് ആ കൃപ കിട്ടാനുള്ള വഴികളായി മാറുന്നത്. അപ്പം അമ്മയോട് പലരും ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ ഇത്രയധികം സേവനങ്ങൾ, ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത സേവനങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അമ്മ എപ്പോഴും പറയുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്, നീ കുറേ നല്ല മക്കളെ കിട്ടി, അവരുടെ പ്രയത്നഫലമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ഭാരതത്തിൻ്റെ ഭാവി മാറ്റിമറിക്കാൻ. അമ്മയെപ്പോലെ മഹാത്മാവ് ഇന്ന് നമ്മളെ നയിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ആ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു യുഗപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും ഈശ്വരൻ തന്നിരിക്കുന്ന അപൂർവമായ ഒരവസരമാണ് ഈ അമൃതോത്സവം. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സുമനസ്സുകളെയും സ്വാഗതം ചെയ്യുന്നു.